നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഈ രാത്രിയുടെ യാമങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഒരു വട്ടം കൂടെ നോവിൻ്റെ അനുഭവത്തിലായിരിക്കാൻ തക്കവണ്ണം ഞങ്ങളെ കാത്തു പരിപാലിച്ചുവല്ലോ. അങ്ങയുടെ സാന്നിധ്യത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണം ഈ രാത്രികാലം ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. അടിയുടെ വായിലെ വാക്കുകളെ ദൈവമേ അങ്ങ് കാക്കുമാറാകണമേ. അങ്ങയുടെ മക്കളുടെ ഹൃദയത്തെ അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു നോമ്പിൻ്റെ അനുഭവത്തിൽ കൂടി കടന്നു പോകുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു സാവകാശം തന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ വീണ്ടും ഈ ആലയത്തിൽ നിൽപ്പാൻ തക്കവണ്ണം ഒരു അവസരം കിട്ടി. പ്രിയപ്പെട്ട അച്ഛനോടും കൊച്ചമ്മയോടും ഈ സഭയിലെ ചർച്ച് കമ്മിറ്റി അംഗങ്ങളോടും സഭാമക്കളോടുമുള്ള നന്ദിയെ ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. നോമ്പുകാലത്ത് നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ള പല വിഷയങ്ങളും റിപ്പീറ്റ് അടിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ ആ ഒരു സാഹചര്യത്തിലൊക്കെ ഞാനിത് പ്രതീക്ഷിച്ചതാണ്. ഞാൻ സിമി ഡോക്ടറോട് ഷെയർ ചെയ്തു തരുന്നു, അതുകൊണ്ടാണ് ഞാൻ മൊബൈൽ എടുത്തത്. അപ്പോൾ നമ്മൾ പല സബ്ജക്റ്റുകളും നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് കേട്ടിട്ടുണ്ട്. പലതും നമുക്ക് ബോറായിരിക്കാം. പക്ഷെ ഓരോ വർഷം ചെല്ലും തോറും ഓരോ സബ്ജക്റ്റിനും അതിൻ്റേതായ ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഓരോ വിഷയത്തിനും അതിൻ്റേതായ അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രത്യേകത ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരുമിച്ച് ചിന്തിച്ചു പോകാം. നോമ്പുകാലത്തെ ദൈവ സാന്നിധ്യം, ഒരു അനുഭവത്തിൻ്റെ യാത്ര. അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നോമ്പ് കാലത്തെ ദൈവസാന്നിധ്യം, ഒരു അനുഭവ യാത്ര എന്നുള്ളത്. ദൈവസാന്നിധ്യം എന്ന് പറയുന്നത് ലിറ്ററലി നാം ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്: ദൈവം വ്യക്തിപരമായി അടുത്തിരിക്കുന്ന, സജീവമായിരിക്കുന്ന, നമ്മെ അറിയുന്ന, നമ്മോട് ചേർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് ദൈവ സാന്നിധ്യം എന്നുകൊണ്ട് തിയോളജിക്കലി നമ്മൾ മനസ്സിലാക്കുന്നത്. അതൊരു സമാധാനമാകാം, അതുമല്ലെന്നുണ്ടെങ്കിൽ അതൊരു സംരക്ഷണമാകാം, അതിലുപരി നമ്മുടെ ഹൃദയത്തിൽ നാം അനുഭവിക്കുന്ന ഒരു സന്തോഷമാകാം. ഇതൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ചെറുപ്പം മുതലേ നമ്മുടെ ജീവിത അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലായി ദൈവ സാന്നിധ്യം ഒളിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ അനുഭവിച്ചു വന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത്. ദൈവ സാന്നിധ്യം വ്യക്തമാക്കുന്ന ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ നോക്കുമ്പോഴത്തേക്കും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്ന് കുറച്ച് വാക്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട് നമുക്ക് ചിന്തയിലേക്ക് കടക്കാം. ദൈവ സാന്നിധ്യം വ്യക്തമാക്കുന്ന വേദഭാഗങ്ങളാവുന്നുവല്ലോ. സങ്കീർത്തനം 139 പിന്നെ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോഴത്തേക്ക് 40-ാമത്തെ അധ്യായം, അതിലൊക്കെ കാണുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമ്മൾ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ അവരോട് ചേർന്ന് നടക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം. ഈസ്റ്റർ എന്ന് പറയുന്ന ഈസ്റ്ററിന്റെ കാലഘട്ടത്തിലുള്ള 40 ദിവസത്തെ നോമ്പെന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ ത്യാഗത്തെ സംബന്ധിച്ചും കർത്താവിൻ്റെ അതുവരെയുള്ള ജീവിതത്തെ സംബന്ധിച്ചും തുടർന്നുള്ള റിസറക്ഷനെ അല്ലെങ്കിൽ പുനരുത്ഥാനത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതിന് വേണ്ടി ഒരു ക്രിസ്ത്യാനിയെ പാകപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഈ 40 ദിവസം നാം ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നാം അതിനായി നമ്മെ തന്നെ ഒരുക്കുന്നത്. ആ പാതയിലൂടെ നന്നായി നമ്മളൊന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ വ്യക്തമായും മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ, അത് നമ്മുടെ ജോലി തിരക്കുകളാകാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുപണികളിലെ തിരക്കുകളിലാകാം, നമ്മുടെ വേദനകളിലാകാം, നമ്മുടെ രോഗാവസ്ഥയിലാകാം, അതുമല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒറ്റപ്പെടലുകളിൽ പോലും നമ്മോട് ചേർന്ന് നിൽക്കുന്ന ദൈവ സാന്നിധ്യമുണ്ട്. പക്ഷെ പലപ്പോഴും നമുക്കതിനെ കണ്ടുവിട്ടാനൊന്നും കഴിയത്തില്ല. ചില സമയങ്ങളിൽ കർത്താവെ, ഞാൻ ഒറ്റയ്ക്കായി പോയോ എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷെ അവിടെയും നമുക്ക് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവം അല്ലെങ്കിൽ ഒരു ക്രിസ്തു നമ്മോട് കൂടെയുണ്ട്. അതാണ് എമ്മോസിലേക്ക് പോകുന്ന ആ 2 ശിഷ്യന്മാരെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അവരുടെ കൂടെ ദൈവം അവരോട് കൂടെ, അല്ലെങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് അവരോട് കൂടെ ചെന്നു. പക്ഷെ അവർക്ക് ആദ്യം ക്രിസ്തുവാന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആരുമില്ല എന്നൊരു തോന്നലാകാം, അല്ലെങ്കിൽ ഈ മാറി വരുന്ന സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് ദൈവ സാന്നിധ്യത്തെ ഒരു പക്ഷെ നമ്മളിൽ നിന്ന് ചില സമയത്തൊക്കെ മാറ്റപ്പെട്ടു പോയി, അല്ലെങ്കിൽ ദൈവം നമ്മോട് കൂടെ ഇല്ലേ എന്നുള്ളൊരു ചഞ്ചലമൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നിയേക്കാം. പക്ഷേ ആ ദൈവ സാന്നിധ്യത്തെ ഈ നോമ്പുകാലത്ത് ഒന്ന് മുറുക്കെ പിടിക്കുവാൻ, അല്ലെങ്കിൽ ഒരു അനുഭവത്തിൻ്റെ
അല്ലെങ്കിൽ ഒരു അനുഭവമാക്കുന്നതിന് കഴിയുന്ന ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിനായി പരിഗണിക്കണം, അല്ലെങ്കിൽ ഈ നോമ്പ് കാലത്ത് ദൈവ സാന്നിധ്യം ഒരു അനുഭവമാക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഒന്ന്, തിരുവെഴുത്ത് വായിക്കുന്നതിൽ അല്ലെങ്കിൽ തിരുവെഴുത്തിലെ ദൈവ സാന്നിധ്യം കണ്ടെത്തുന്നതിലൂടെ. ദൈവ സാന്നിധ്യം തിരുവെഴുത്തിലൂടെ കണ്ടെത്തുന്നില്ല. പുറപ്പാട് പുസ്തകം 33 അധ്യായം 14, 15 വാക്യങ്ങൾ ഒന്നാം പാഠമായി ഇവിടെ വായിച്ചിരുന്നു. കുറച്ച് പേരെങ്കിലും ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ മോശെ ഇസ്രായേൽ മക്കളോട് കൂടെ വിളിച്ച് വേർതിരിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തോട് മോശ തൻ്റെ ഒരു ടെൻഷൻ കാരണം അല്ലെങ്കിൽ ആകുലത കാരണം ചോദിക്കുന്നുണ്ട്, എന്നെ വിളിച്ചു, ഇങ്ങനെ ഏൽപ്പിച്ചു, പക്ഷെ എന്നോട് കൂടെ ആരെ അയക്കുമെന്ന് ഇവിടെ പറഞ്ഞില്ല. പിതാവായ ദൈവം പറഞ്ഞില്ല, അല്ലെങ്കിൽ യഹോവ അവിടെ പറഞ്ഞില്ല. അപ്പോൾ യഹോവ തിരിച്ചു മറുപടി പറയുന്നുണ്ട്, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. അവിടെ ഒരു അഷ്വറൻസാ അല്ലെങ്കിൽ ഒരു ഉറപ്പാണ് കൊടുക്കുന്നത്. അത് നമുക്ക് ആദ്യ ഭാഗങ്ങൾ കാണുന്ന അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളെ ഒരു കർത്തവ്യത്തിന് വേണ്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ഉദ്ദേശം നിറവേറ്റുവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. അത് തിരുവെഴുത്തുകളിൽ കൂടി നമുക്ക് തരുന്ന ഒരു ഉറപ്പാണ്. അത് നമ്മുടെ ഏത് ജീവിത സാഹചര്യങ്ങളിലായാലും ദൈവത്തോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതുപോലെ തന്നെ മത്തായി എഴുതിയ സുവിശേഷം 18:20 വാക്യം കാണുന്നു, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ നിങ്ങളുടെ മധ്യത്തിലുണ്ട്. അതും ഒരു അഷ്വറൻസാ. ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് കാണത്തില്ലായിരിക്കാം, കർത്താവിന്റെ മധ്യത്തിൽ നിൽക്കുന്നത് നമുക്ക് കാണത്തില്ല, പക്ഷെ ആ പ്രസൻസ് എന്ന് പറയുന്നത് അത് നമുക്ക് ഒരു അനുഭവമാണ്. തിരുവെഴുത്തിന്റെ ദൈവ സാന്നിധ്യം അല്ലെങ്കിൽ തിരുവെഴുത്തുകളിലൂടെ ദൈവ സാന്നിധ്യത്തെ അറിയുന്നതിലൂടെ നമുക്ക് അനുഭവമാക്കുവാനായിട്ട് കഴിയും. രണ്ടാമതായി, പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവമാക്കാം. നോമ്പിന്റെ കാലയളവിലാണ്, ആ ഒരു ടൈമിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവവുമായിട്ട് ചേർന്നിരിക്കുന്ന ഒരു സാഹചര്യം. നമുക്ക് ഹൃദയത്തിൽ തന്നെ നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. എല്ലാവരും അത് നോമ്പെടുത്ത കുറച്ച് ഫുഡൊക്കെ ഒന്ന് റെസ്ട്രിക്ഷൻസ് ഒക്കെ കൊടുത്ത് അല്ല കൂടുതൽ പ്രാർത്ഥനയും അല്ലെങ്കിൽ പള്ളിയിലൊക്കെ കൂടുതലായിട്ട് പോയി കുറച്ചുകൂടെ നമ്മൾ ദൈവമായിട്ടൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു ദൈവികമായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് അത് അറിയുന്ന ഒരു എക്സ്പീരിയൻസ് അത് വേറൊന്ന് തന്നെയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം 6-7 വാക്യത്തിലുണ്ട്. അത് എടുത്തു വായിക്കുകയാണെങ്കിൽ ഒന്ന് വായിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം 6-7 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്: ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനുവുകളെയും ക്രിസ്തുയേശുവെങ്കിൽ കാക്കും. അപ്പോൾ പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും ദൈവസാന്നിധ്യം നമുക്ക് അനുഭവമാക്കി തീർക്കാം. നമ്മൾ ഇന്ന് കേട്ട സുവിശേഷ വേദഭാഗം മത്തായി 7 സുവിശേഷം 4 അധ്യായം 1 വാക്യം മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കൊച്ചുനാൾ തൊട്ട് കേട്ടിട്ടുള്ളതാണ്. പിശാചിനാൽ പരീക്ഷിതനാകുന്ന ക്രിസ്തു അതൊരു ക്രിസ്തു പരീക്ഷിക്കപ്പെടണം എന്നുള്ളത് തന്നെ ഒരു കാര്യമായിരുന്നു, അതുകൊണ്ട് പരീക്ഷിക്കപ്പെട്ടു. പക്ഷേ എന്നാൽ 40 ദിവസം അധ്വാനിച്ച അതിൻ്റെ ഒരു ശക്തി ദൈവത്തോടു കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമുക്ക് ദൈവ സാന്നിധ്യം വീണ്ടും ഒരു അനുഭവമാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിലൊക്കെ പല സാഹചര്യങ്ങളിലും നമ്മൾ കൂടുതൽ ഉപവാസം എടുത്തും അല്ലെങ്കിൽ കൂടുതൽ നേരം പ്രാർത്ഥനയ്ക്കൊക്കെ ചെലവഴിച്ച് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഒരു അനുഭവമായിട്ടുണ്ട്. അത് മിക്കപ്പോഴും നമുക്കുണ്ടാകുന്നത് ഏതെങ്കിലും രോഗത്തിന്റെ സാഹചര്യങ്ങളിലായിരിക്കും. രോഗത്തിന്റെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ നിലംപരിച്ചായി പോയി എന്ന് തോന്നുന്ന അവസ്ഥയിൽ എന്താ പറയുന്നത്, ദൈവം ആ സ്പോട്ടിൽ നമ്മളെ ടപ്പേന്നും പറഞ്ഞായിരിക്കും നമ്മളെ എന്ത് ചെയ്യുന്നത്, നമ്മളെ പോസിറ്റീവ് ആക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. മൂന്നാമതായി, സേവനത്തിലൂടെ ദൈവ സാന്നിധ്യം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. മത്തായി എഴുതിയ സുവിശേഷം 25 അധ്യായം 31 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെയാണ് അവിടെ കാണിക്കുന്നത്. കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വലത്തുഭാഗത്തുള്ളവരോടും ഇടത്തുഭാഗത്തുള്ളവരോടും പറയുന്നുണ്ട്. പക്ഷേ അവിടെ നമുക്ക് പ്രോമിസ് ചെയ്യുന്നത് ഒരു നിത്യമായ ദൈവസാന്നിധ്യമാണ്. പക്ഷെ ആ നിത്യമായ ദൈവസാന്നിധ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ സേവനം ചെയ്യണം, സമൂഹത്തിന് സേവനം ചെയ്യണം. നമ്മുടെ ഇടയിൽ വിഷമതയുള്ളവർക്ക് അല്ലെങ്കിൽ സങ്കടത്തിലിരിക്കുന്നവർക്ക് വൈഷമ്യത്തിലിരിക്കുന്നവർക്ക് നമ്മൾ അവരെ കരുതണം, അവരെ സ്നേഹിക്കണം, അവരെ പരിപാലിക്കണം. എങ്കിൽ മാത്രമാണ് ഒരു നിത്യമായ ദൈവസാന്നിധ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ. കാരണം അവിടെ പറയുന്നുണ്ട്, വലത്തുഭാഗത്ത് നിൽക്കുന്ന ആടുകളോട് പറയുന്നത് ഇങ്ങനെയാണ്:
അപ്പം ലോകസ്ഥാപനം മുമ്പേ അനുഗ്രഹിക്കപ്പെട്ട ആ കോളിംഗ് ആണ് കിട്ടുന്നത്. ആ വലത്തുഭാഗത്ത് നിൽക്കുക എന്നുള്ളത് തന്നെ ദൈവ സാന്നിധ്യത്തിന്റെ അതിൽ കൂടി അല്ലെങ്കിൽ അത് അറ്റൈൻ ചെയ്യാനുള്ള ഒന്നാമത്തെ കാര്യമാണ്. അപ്പം അതിന് പറയുന്ന പല ഘടകങ്ങളുണ്ട്. എനിക്ക് വിശന്നു, ഭക്ഷിപ്പാൻ തന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എനിക്ക് ഉടുപ്പാൻ തന്നു, രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് സന്ദർശിച്ചു. അങ്ങനെ പല കാര്യങ്ങൾ, സേവനത്തിന്റെ പല മുഖങ്ങളാണ് അവിടെ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന അനുകമ്പയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ക്രിസ്തു പറയുന്നു, സേവനത്തിലൂടെ അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു അനുകമ്പയിലൂടെ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവമാക്കി തീർക്കാനായിട്ട് സാധിക്കും. ക്രിസ്തുവിന്റെ മാതൃക പിന്തുടർന്ന് ചെന്നെങ്കിൽ മാത്രമാണ് ഇതൊക്കെ നമുക്ക് സാധ്യമായി തീരുകയുള്ളൂ. ഞാൻ വാക്കുകളെ ചുരുക്കട്ടെ. നമ്മൾ ഈ ലോക ജീവിതയാത്രയിൽ ലോകപരമായി നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സാന്നിധ്യമുണ്ട്. നമ്മുടെ മാതാപിതാക്കളുടെ ആകാം, നമ്മുടെ ജീവിത പങ്കാളിയുടെ ആകാം, നമ്മുടെ മക്കളുടെ ആകാം, മരുമക്കളുടെ ആകാം, സഹോദരങ്ങളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. പക്ഷെ ഒന്നും പെർമനന്റ് അല്ല. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഇവരുടെ സാമീപ്യമോ ഇവരുടെ സംരക്ഷണയോ കിട്ടണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല. പക്ഷെ നമ്മുടെ ദൈവം അങ്ങനെയല്ല. കർത്താവ് പറഞ്ഞിരിക്കുന്നത് അങ്ങ് ലോകസ്ഥാപനത്തിന് മുന്നേ തന്നെ നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ തന്നിട്ടുണ്ട്. നമ്മളെ പേർ ചൊല്ലി വിളിച്ച് നമ്മളെ വേർതിരിച്ച ഒരു ദൈവമാണ്. അപ്പൊ അന്ന് തൊട്ട് തന്നെ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് ചേർന്ന് വരുന്നത്. അത് ലോകാവസാനത്തോളം നമുക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്ന, നമ്മുടെ വീട്ടുകാരൊന്നും ഒരിക്കലും പ്രോമിസ് ചെയ്യത്തില്ല. ഗീതത്തിൽ ഒരു ഇതുണ്ടല്ലോ, അത് എനിക്ക് പാടാൻ അറിയത്തില്ല, പക്ഷെ അത് മീനിങ് ഇങ്ങനെയാണ്: മരണത്തിന്റെ അല്ലെങ്കിൽ കല്ലറ വരെ ഉള്ളൂ വീട്ടുകാരും കുടുംബക്കാരും എന്നൊക്കെ പറയുന്നത്, അത്രയേ ഉള്ളൂ. അതിനപ്പുറം നമുക്കൊരു പ്രസൻസ് അല്ലെങ്കിൽ അഷ്വറൻസ് നൽകുന്ന ദൈവം മാത്രമേ ഉള്ളൂ. നമ്മൾ തുടർന്ന് ഇങ്ങനെ വായിച്ചു പോകുമ്പോഴത്തേക്ക് യെശയ്യാ പ്രവചനം 41 അധ്യായം 10 വാക്യത്തിൽ പറയുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ വായിക്കണം. നമ്മുടെ കഷ്ടതകൾ അല്ലെങ്കിൽ നമുക്ക് സങ്കടമൊക്കെ വരുമ്പോഴത്തേക്കും ഈ വാക്യമൊക്കെ എടുത്ത് വായിക്കുന്ന ദൈവത്തിന്റെ ആ ഒരു സാന്നിധ്യത്തിൽ എത്ര മുറുകെ പിടിച്ച് അത് വായിച്ചു നോക്കണം. ഇത് വായിക്കാത്തതുകൊണ്ട് ആ ഒരു നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ പറയും, ഭയപ്പെടേണ്ടെന്ന്, ഫിയർ നോട്ട് ഫോർ ഐ ആം വിത്ത് യു. ഞാൻ നിന്നോട് കൂടിയുണ്ട്. അതിന്റെ കണ്ടിന്യൂവേഷൻ എന്നൊക്കെ പറയുന്നത് അത് ജീവിതത്തിൽ അനുഭവിച്ച് തന്നെ അറിയണം. ദെൻ ആവർത്തന പുസ്തകം 31 അധ്യായം 8 വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവ നിനക്ക് മുമ്പായി നടക്കും. ദൈവത്തിന്റെ പ്രസൻസ് ഇസ്രായേൽ മക്കൾക്ക് 40 വർഷം കൊടുത്തത്, 40 വർഷം പകലും രാവും കൊടുത്തത്. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും കൊണ്ടായിരുന്നു ദൈവത്തിന്റെ പ്രസൻസ് അവർക്ക് കൊടുത്തത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ പല മേഘസ്തംഭങ്ങളും പല അഗ്നിമേഘ തൂണുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അറിയാൻ പറ്റുന്നത് അതൊരു സാക്ഷ്യമാണ്. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു വാചകമുണ്ട്: ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നതിന്റെ ആനന്ദം ലോകത്തിൽ മറ്റൊന്നിനും കൊടുക്കാൻ സാധിക്കത്തില്ല. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ആനന്ദം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ നമുക്കുള്ള പേരൻസോ നമ്മുടെ ജീവിത പങ്കാളിയോ മക്കളോ അവർ തരുന്നതിലും അധികമായിരിക്കും. അപ്പം ഈ നോമ്പ് കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പ്രസൻസ്, ദൈവത്തിന്റെ സാന്നിധ്യം അത് യഥാർത്ഥമായി അനുഭവിച്ചറിയാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം നമ്മളെ അതിനായി ഒരുക്കുമാറാകട്ടെ. ആമേൻ.